പ്രിയമുള്ളവരെ നമസ്കാരം. മഹാരാജ സൂപ്പർ ക്രൈം ത്രില്ലർ മൂവി. സത്യം നമ്മുടെ ഭാഗത്ത് തന്നെയാണെന്ന് ഉള്ളിൽ ഉറപ്പിച്ചിട്ട് സഹായത്തിന് ആരുമില്ലാതെ നീതിക്കായി പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് അധികാരികളുടെ ആട്ടും തുപ്പും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി മാനസിക നില എപ്പോഴും കൈമോശം വന്നേക്കാവുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന മഹാരാജയിലെ അച്ഛൻ്റെ ഒരവസ്ഥ അത് പറഞ്ഞറിയിക്കുക പ്രയാസമാണ്. മഹാരാജ എന്ന തമിഴ് സിനിമയിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നൊരു സീനാണത്. സിനിമക്കൊപ്പം കാഴ്ചക്കാരനും കഥാപാത്രമായേക്കാവുന്ന ഒരു സിനിമ. നിഥിലൻ സ്വാമിനാഥൻ കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച മഹാരാജ എന്ന സിനിമ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച സിനിമയാണ്. ആനുകാലികമായ സംഭവ വികാസങ്ങൾ തന്നെയാണ് സിനിമയുടെ ആധാരം. അതുകൊണ്ട് തന്നെയാണ് മഹാരാജ വേറൊരു തലത്തിൽ ഉറച്ചു നിൽക്കുന്നത്. തികച്ചും പുതുമയുള്ള ഒരു ക്രൈം സ്റ്റോറി കാണികളെ കരയിപ്പിച്ചും ചിരിപ്പിച്ചും പിടിച്ചിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സംവിധായകന്റെ കഴിവ് പറയാതെ വയ്യ. കഥ, തിരക്കഥ എന്നിവയുടെ കരുത്ത് തന്നെയാണ് സിനിമയുടെ കെട്ടുറപ്പ്. വിജയ് സേതുപതി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച പ്രകടനം, അസാധ്യ പെർഫോമൻസാണ് പുള്ളി കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും കണ്ട കൂതറ സിനിമകളിൽ ചെന്ന് തലവെക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് വിജയ് സേതുപതിയോട്. നായകനായി അരങ്ങേറി ഇടക്ക് വെച്ച് വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് നടന്നുപോയ വിജയ് സേതുപതി വീണ്ടും നായകനായി തിരിച്ചെത്തിയ വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമയാണ് ഈ പറയുന്ന മഹാരാജ. നായികയ്ക്ക് അധികമൊന്നും ചെയ്യാനില്ല. വിജയ് സേതുപതിയെ കൂടാതെ മമത മോഹൻദാസ്, അനുരാഗ് കശ്യപ്, മുനിഷ്കാന്ത്, നടരാജൻ, അഭിരാമി രാംദാസ്, അരുൾദാസ്, സിംഗംപുലി, ഭാരതി രാജ, ദിവ്യഭാരതി തുടങ്ങിയ ഒട്ടനവധി നടീനടന്മാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അജീഷ് പി ലോകനാഥിൻ്റെ സ്കോറിംഗ് കിടിലൻ എന്ന് പറയാതെ വയ്യ. സിറ്റുവേഷന് അനുയോജ്യമായത് മാത്രം സ്കോർ ചെയ്തിരിക്കുന്നു. വൈരമുത്തുവിൻ്റേതാണ് വരികൾ. 2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സുവർണകാലമാണ്. അതുപോലെ തന്നെ 2024 തമിഴ് സിനിമകളും അടിപൊളിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.